IT മേഖലയിലെ മുൻനിര കമ്പനിയായ TCS ഒറ്റയടിക്ക് 12,000 പേരെ പിരിച്ചുവിടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിന്റെ ആശങ്കയിൽ ടെക് ലോകം. നിക്ഷേപകരുടെ ഉത്കണ്ഠ വിളിച്ചറിയിച്ച് IT ഓഹരികൾക്കാകെ വിലയിടിവ്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കൂട്ടുന്നതുകൊണ്ടല്ല, പ്രവർത്തന മികവില്ലാത്തവരെയാണ് പിരിച്ചുവിടുന്നതെന്ന് മാനേജ്മെന്റ്. ചെലവ് ചുരുക്കലാണ് കാരണമെന്നും IT കമ്പനികൾ പിടിച്ചുനിൽപ്പിന്റെ വഴിയിലെന്നും നിരീക്ഷണങ്ങൾ. ഒരു കാലത്ത് ഇടത്തരക്കാരുടെ ഇഷ്ടവാഹനമായിരുന്ന കൈനറ്റിക് സ്കൂട്ടർ ഇലക്ട്രിക്കായി വീണ്ടും വിപണിയിൽ. വില 1,11,000 രൂപ. വെബ്സൈറ്റിൽ ബുക്കിംഗ് തുടങ്ങി. ഒക്ടോബർ മുതൽ ഡെലിവറി. 116 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത്. സ്വർണ്ണപ്പണയ വായ്പ ഒറ്റ വർഷത്തിനിടയിൽ ഇരട്ടിച്ചു. 2024 മേയിൽ 1.16 ലക്ഷം കോടി രൂപയായിരുന്ന സ്വർണ്ണപ്പണയ ബാങ്ക് വായ്പ ഇക്കഴിഞ്ഞ മേയിൽ 2.51 ലക്ഷം കോടിയിലെത്തി. റിസർവ് ബാങ്കിന്റെ ഈ ഡാറ്റ പാർലമെന്റിൽ സർക്കാരാണ് അറിയിച്ചത്. ഇന്ത്യയിലെ ആദ്യ IT ക്യാമ്പസായ തിരുവനന്തപുരം ടെക്നോ പാർക്കിന് ഇന്ന് 35 വയസ്സ്. കേരളത്തിലെ IT മേഖലാ കയറ്റുമതിയിൽ പ്രധാന സംഭാവന നൽകുന്ന ടെക്നോ പാർക്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടന്നത് 13,255 കോടിയുടെ കയറ്റുമതി. 40 ലക്ഷം ചതുരശ്ര അടിയിലെ പുതിയ വികസന പ്രോജക്റ്റുകൾ പൂർത്തിയാകുമ്പോൾ 30,000 തൊഴിലവസരം കൂടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അടുത്ത വർഷത്തിലേക്ക്. തായ്ലൻഡ് യാത്ര മുടങ്ങി നിൽക്കുന്നവർക്ക് ആശ്വാസ വാർത്ത. കംബോഡിയ തായ്ലൻഡ് നിരുപാധിക വെടിനിർത്തൽ ഇന്ന് അർദ്ധരാത്രി മുതൽ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.com.